ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശിവശിവ, ആഞ്ജനേയ ഭഗവാനെ, ഇപ്പൊ ചതിച്ചനെ. ആഞ്ജനേയ സ്വാമി രക്ഷിക്കണേ. മാഡം കയറി കടലിൽ കിടന്നേ. എന്നാ ഹനുമാൻ സ്വാമി ഉറങ്ങിക്കോ. ആ, ഞാൻ കിടന്നോളാം. മാഡം. രാജു, അല്ല ഇതെന്താ ഈ മിഞ്ചിയിൽ ഇങ്ങനെ തടവി സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? കല്യാണം കഴിച്ച സ്ത്രീകള് കാൽവിരലിൽ മിഞ്ചിയിടുന്നതിന്റെ കാരണം എന്താണെന്ന് രാജുനറിയോ? ഞാൻ എങ്ങനെ അറിയാനാ? ഞാനേ ഒരേ ഒരു കല്യാണമല്ലേ കഴിച്ചിട്ടുള്ളൂ. ഓഹോ, ഇനി കല്യാണം കഴിക്കുന്നാണോ പറഞ്ഞു വരുന്നത്? ഏയ്, ഒരെണ്ണം തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആലോചിക്കാൻ ഞാൻ. രാജു, ഈ മിഞ്ചിയുടെ കഥ കേൾക്കണ്ടേ? പറഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. ഇറ്റ്സ് മെറ്റേണിറ്റി തിങ്. മിഞ്ചി ധരിക്കുന്നവർക്ക് പെട്ടെന്ന് കുട്ടികളുണ്ടാവും. മാഡം എന്തൊക്കെയാ പറയുന്ന? ഇതൊരു വിശ്വാസല്ലേ രാജു? വിശ്വാസം എന്റെ നെഞ്ചിലെ തീ ആളി. രാജു, നമുക്കൊരു കുഞ്ഞുണ്ടായല്ലേ, എന്ത് പേരിടും? അവനെ ശൂന്യൻ എന്ന് പേരിട്ടാ മതി. ആ, ശൂന്യൻ എന്നോ? ആ, ശൂന്യൻ. കുഞ്ഞുണ്ടായിട്ട് വേണ്ടേ പേരിടാൻ? ഞാനേ ദേ നിലത്ത് കിടന്ന് ഉറങ്ങാൻ പോവാ. രാജു, പുറത്ത് നല്ല കോടമഞ്ഞ, ഇതിനകത്ത് ഭയങ്കര കുളിരും. കിടുകിടാ വരയ്ക്കുന്നു. അതിനല്ലേ കമ്പിളി പുതപ്പുള്ളേ? പുതച്ചങ്ങ് കിടന്നാ മതി. വല്ലാത്ത കാറ്റാ രാജു. രാജു, ഈ തറവാട്ടില് ഒരുപാട് പ്രേതങ്ങളുണ്ട്. അതില് എപ്പോഴും ഇവിടെ ഉള്ളത് മല്ലിക എന്ന യക്ഷിയ. മല്ലിക എന്ന യക്ഷിയോ? ആ, അതെ. മേഘമലയിലെ രാജാവായിരുന്ന സന്തന പാണ്ഡ്യന്റെ മകളായിരുന്നു മല്ലിക. പാണ്ഡ്യനെ എന്റെ മുതുമുത്തശ്ശനായ ഒരു രാജാവ് യുദ്ധത്തിൽ കൊന്നുകളഞ്ഞു. ആ പക തീർക്കാനായി മേഘമലയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന സുന്ദരിയായ ഒരു രാജകുമാരിയായിരുന്നു മല്ലിക. എന്നിട്ട് പറയേ. മല്ലികയെ ഇവിടുത്തെ എന്റെ മുതുമുത്തശ്ശനായ വീരമാർത്താണ്ഡവർമ്മ എന്ന രാജാവ് ജീവനോടെ തീയിട്ട് കൊന്നു. രാജു, ആ മല്ലികയെ കാൽച്ചിലമ്പിട്ട് കരിവളകൾ കിലുക്കി ഈ കോവിലകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന. ഈ കഥ ആര് പറഞ്ഞു തന്നു? ഇത് കഥയല്ല, മുത്തശ്ശി പറഞ്ഞു തന്ന ചരിത്ര. രാജു, എന്താ മാഡം? തുറക്കാതെ കിടക്കുന്ന ആ മുറിയില ആ യക്ഷിയുടെ താമസം. എന്തായാലും മല്ലികയുടെ ആത്മാവ് ഇവിടെ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞു നടക്കുക. എന്റെ ആലത്തൂർ ഹനുമാനെ പേടി സ്വപ്നമൊന്നും കാട്ടല്ലേ.
പേടി സ്വപ്നം കാട്ടിയ വാല് കൊണ്ടടിച്ചു ഓടിക്കണേ. അയ്യോ, രക്ഷിക്കണേ, ഒന്നും കാട്ടില്ലേ. രാജു ഇതെന്താ തുടിക്കട്ടോ? രാജു രാജു ലൈറ്റ് ഓഫ് ചെയ്തോട്ടെ. നിർബന്ധമാണെങ്കിലും ഓഫ് ചെയ്തോ. ഞാനാ രാജു. മാഡമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു മല്ലികയാണെന്ന്. എന്താ രാജു? ശിവശിവ, ആഞ്ജനേയ ഭഗവാനെ, ഇപ്പൊ ചതിച്ചേനെ. ആഞ്ജനേയ സ്വാമി രക്ഷിക്കണേ. മാഡം കയറി കട്ടലിൽ കിടന്നേ. എന്നാ ഹനുമാൻ സ്വാമി ഉറങ്ങിക്കോ. ആ, ഞാൻ കിടന്നോളാം. അക്കരയ്ക്കര താമസിക്കുന്നതും ഒരു തരം പ്രേമം തന്നെ. ഓ ശരി, മാഡം കിടന്നോ. ഓ ചെല്ല്. രാജു കിടക്ക് കിടക്ക്. ഞാൻ കിടക്കാം. ചെല്ല് മാഡം, ചെല്ല്. ഭഗവാനെ, ജീവിച്ചിരുന്നെങ്കില് ഇന്ന് എന്റെ അച്ഛന് 100 വയസ്സാണ്. 100ാം ജന്മദിനം. അച്ഛാ,